നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയായിരുന്ന ലാഹോർ കരാർ അത് പാകിസ്ഥാൻ ലംഘിച്ചത് തങ്ങളുടെ തെറ്റായിരുന്നു എന്ന് തന്നെയാണ് പാക് മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയുമായി ഒപ്പുവെച്ച ലാഹോർ കരാർ പാകിസ്ഥാൻ ലംഘിച്ചെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ടാണ് മുൻ പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 1999 താനും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഒപ്പുവെച്ച ലാഹോർ കരാർ ലംഘിച്ചത് ജനറൽ പർവേഷ് മുഷറാഫിൻ്റെ നേതൃത്വത്തിലുള്ള കാർഗിൽ കടന്നുകയറ്റത്തോടെയാണ് എന്നാണ് ഇപ്പോൾ ഷെരീഫ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 1998 മെയ് 28 പാകിസ്ഥാൻ 5 ആണവ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിനുശേഷം വാജ്പേയി സാഹിബ് അവിടെ എത്തി നമ്മളുമായി കരാറിൽ ഒപ്പിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മൾ ആ കരാർ ലംഘിച്ചിരിക്കുന്നു, അത് നമ്മുടെ തെറ്റായിരുന്നു. തന്നെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത PML ജനറൽ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു നവാസ് ഷെരീഫിൻ്റെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ. സുപ്രീം കോടതി അയോഗ്യനാക്കിയ 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഷെരീഫിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. 1999 ഫെബ്രുവരി മാസം 21 നവാസ് ഷെരീഫും വാജ്പേയിയും ലാഹോർ പ്രഖ്യാപനത്തിൽ വെച്ച് ഈ ഒപ്പുവയ്ക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും മധ്യേ സമാധാനവും സ്ഥിരതയും കൈവരിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള കരാർ പാകിസ്ഥാൻ തന്നെ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നവാസ് ഷെരീഫ് പറയുന്നത്. ഏതാനും മാസത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ല വഴി പാകിസ്ഥാനി ഭീകരരും സൈനികരും നുഴഞ്ഞു കയറിയതും കാർഗിൽ യുദ്ധത്തിൽ കലാശിച്ചതും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതിന് അന്നത്തെ US പ്രസിഡന്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൺ പാകിസ്ഥാൻ $5 ബില്യൺ വാഗ്ദാനം ചെയ്തുവെങ്കിലും അന്ന് താനത് നിരസിച്ചു എന്നാണ് മുൻ പ്രധാനമന്ത്രി പറയുന്നത്. അതിനു മുമ്പ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തൻ്റെ കസേരയിലെങ്കിൽ അദ്ദേഹം ക്ലിൻ്റൻ്റെ വാഗ്ദാനം സ്വീകരിക്കുമായിരുന്നു എന്നുകൂടി നവാസ് ഷെരീഫ് കുറ്റപ്പെടുത്തുന്നുണ്ട്. 2017 തന്നെ വ്യാജ കേസ് ചുമത്തി അന്നത്തെ പാക് ചീഫ് ജസ്റ്റിസ് സാക്കിബ് നിസാർ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെക്കുറിച്ചും 74-കാരനായ ഷെരീഫ് വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. തനിക്കെതിരായ എല്ലാ കേസുകളും വ്യാജമായിരുന്നുവെന്നും എന്നാൽ തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാപകനായിട്ടുള്ള ഇമ്രാൻഖാൻ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ കേസുകളും സത്യമാണ് എന്നും ഷെരീഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമ്രാൻഖാനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുൻ ISI മേധാവി ജനറൽ സഹറുൽ ഇസ്ലാം 2017 തൻ്റെ സർക്കാരിനെ അട്ടിമറിച്ചതിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും ഷെരീഫ് തുറന്നടിച്ചു സംസാരിക്കുന്നു. തന്നെ ISI ആണ് അധികാരത്തിൽ കൊണ്ടുവന്നത് എന്ന വസ്തുത ഇമ്രാൻഖാൻ നിഷേധിക്കുമോ എന്നുകൂടി നവാസ് ഷെരീഫ് ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ISന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുക. സൈന്യത്തിൻ്റെ കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഈ ഇമ്രാൻഖാൻ ഞങ്ങളെ പഴിക്കേണ്ട. ജനറൽ ഇസ്ലാം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ കൂട്ടുനിന്നതിനെക്കുറിച്ച് ഇമ്രാൻ പറയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമ്രാൻഖാൻ സൈന്യത്തിൻ്റെ പാദസേവ ചെയ്യുന്ന ആളാണെന്ന് കൂടി ഷെരീഫ് പരിഹസിക്കുകയാണ്. 2014 താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് മുൻ ISI മേധാവിയായിട്ടുള്ള ജനറൽ സഹറുൽ ഇസ്ലാം സന്ദേശം അയച്ചുവെന്നും വഴങ്ങാതിരുന്നതോടുകൂടിയാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നും ഷെരീഫ് തുറന്നടിച്ച് സംസാരിക്കുകയാണ്. മോശം കാലത്ത് തനിക്കൊപ്പം നിന്ന തൻ്റെ ഇളയ സഹോദരനും പാക് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഷെഹ്ബാസ് ഷെരീഫിനെ നവാസ് ഷെരീഫ് പ്രശംസിക്കുകയുണ്ടായി. തങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഷെഹ്ബാസ് തന്നോട് വിശ്വസ്തത പുലർത്തി എന്നുകൂടി നവാസ് ഷെരീഫ് പറഞ്ഞു വെക്കുകയാണ്. PMLനെ ശക്തിപ്പെടുത്തുകയാണ് തൻ്റെ ദൗത്യമെന്നുകൂടി നവാസ് ഷെരീഫ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരു സമാധാന ഉടമ്പടി, ആ കരാർ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ആ കരാർ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 1998, 1999 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഓർമ്മ വേണമെന്നും ഓർമ്മപ്പെടുത്തലുകൾ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് നവാസ് ഷെരീഫ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റുകളില്ല. തെറ്റുണ്ടാക്കിയെടുത്തത് പാകിസ്ഥാനാണ്. അത് പർവേഷ് മുഷറാഫും ഒപ്പം തന്നെ അതിനുശേഷം വന്ന ഇമ്രാൻഖാൻ അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ഒരിക്കലും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള സമാധാനം കാക്ഷിച്ചിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു. ഇന്ത്യക്കെതിരെ അവർ കാർഗിൽ ജില്ല വഴി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റങ്ങൾ, പാകിസ്ഥാൻ അണികൾ ISI ചാരന്മാർ അടക്കമുള്ളവർ നുഴഞ്ഞു കയറിയത് ഇന്ത്യയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ അതിനെ അന്ന് തകർത്ത് തരിപ്പണമാക്കുവാൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഇന്ത്യയുടെ മുന്നണി പോരാളികളായിട്ടുള്ള പട്ടാളക്കാർ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന പാകിസ്ഥാൻ്റെ ഈ ശ്രമങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പക്ഷമെന്ന് പറയപ്പെടുന്നത്. ഇനി നവാസ് ഷെരീഫ് ഇപ്പോൾ അതിനെക്കുറിച്ച് കരഞ്ഞ് കാലുപിടിച്ചിട്ടും കാര്യമില്ല. കാരണം 1998 മുതൽ ഇങ്ങോട്ട് 26 വർഷമായിട്ടും ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമാധാന ഉടമ്പടി കരാറുകൾ നിലനിൽക്കുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ, ആക്രമണ പരമ്പരകൾ, ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റം അടക്കമുള്ളവ നടത്തുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 2014 മുതൽ തകർത്ത് തരിപ്പണമാക്കുക തന്നെ ചെയ്യും പാകിസ്ഥാനെ എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്
ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ ഒരു തരത്തിലുള്ള ഉമ്മാക്കി കളികളും ഇന്ത്യയിൽ നടക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.